ഡിവൈഎഫ്ഐ നേതാവ് വി കെ സനോജ് ചോദിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി എത്ര വീട് കണക്കുകൾ പുറത്തുവിടുക, വീട് നൽകിയവരുടെ പേര്, വിവരങ്ങൾ എന്നിവ വി ഡി സതീശൻ പുറത്തുവിടണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് വിശദീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ നിങ്ങൾ പരാതിയുമായി വരൂ എന്നതിനപ്പുറം ഇതൊരു ഉത്തരവാദിത്തത്തോട് ചെയ്ത ഒരു കാര്യമാണല്ലോ. വി ഡി സതീശൻ സ്വമേധയാ തീരുമാനമെടുത്ത് നടപ്പാക്കിയ ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഏതൊക്കെ പൂർത്തിയായി, ഏതൊക്കെ പാതി വഴിയിലായി എന്നതിന്റെ കണക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകണ്ടേ? അതിപ്പോ ഞാൻ ഒരു നോ എന്ന് പറയരുത്. ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ജിൻഡോ അല്ല, വി കെ സനോജിന് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ഡിവൈഎഫ്ഐക്ക് പറവൂര് ഏരിയ കമ്മിറ്റിയും മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. പറവൂര് അത്ര വലിയ ശക്തമായ ഒരു പ്രതിഷേധമൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. വി കെ സനോജ് പറയുന്നത് മാത്രമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഈ ഡിവൈഎഫ്ഐക്ക് എറണാകുളം ജില്ലാ കമ്മിറ്റി ഉണ്ടല്ലോ, അവരൊന്നും ഇത്രത്തോളം ഒരു വലിയ പരാതിയായിട്ട് അതിനെ എൻഡോഴ്സ് ചെയ്ത് എടുത്ത് പിടിക്കുന്നില്ലല്ലോ. ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത്. ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വി ഡി സതീശനെതിരെ ഏത് ആരോപണം ഉന്നയിക്കുന്നേ? നിങ്ങൾ മോൻസൺ മാവുങ്കലിന്റെ കേസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ഒരു വ്യാജ മൊഴി ഉണ്ടാക്കി കെ സുധാകരനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തില്ലേ? അവസാനം എന്തായി? അത് കള്ളമൊഴിയാണെന്ന് മൊഴി കൊടുത്ത ആൾ തന്നെ പറഞ്ഞില്ലേ? നിർബന്ധിച്ച് മൊഴി കൊടുപ്പിച്ചാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നീട് അന്വേഷണം ഉണ്ടായോ? അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയ പുകവാക്കലിന്റെ ഭാഗമായിട്ട് പിണറായി വിജയന്റെ പകയിൽ പടച്ചെടുത്ത കള്ളക്കേസുകളാണ്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ച് തെളിവ് കൊണ്ടുവരണ്ടേ? വി കെ സനോജ് ഡിവൈഎഫ്ഐയുടെ നേതാവ് മാത്രമല്ല, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനാ നേതാവാണ്. അദ്ദേഹത്തിനും അന്വേഷിക്കാമല്ലോ. ഏതൊക്കെ എന്ത് ചെയ്യാനാടോ, മന്ത്രിസഭയെ താങ്ങി നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമായി പോയില്ലേ? ചൂണ്ടിക്കാണിക്കാമല്ലോ. ഇത് വെറുതെ ഉണ്ടയില്ല വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വി ഡി സതീശൻ CBI അന്വേഷണത്തെ വെൽക്കം ചെയ്യുകയാണ്. പകരം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലാവ്ലിൻ കേസാണല്ലോ നിങ്ങളും പരാമർശിച്ചത്. ലാവ്ലിൻ കേസിൽ 38 തവണയാണ് CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സുപ്രീം കോടതിയിൽ ഹാജരാകാതെ പനി, തലവേദന, വയറുവേദന എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നത്. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ഓഫീസിൽ ചെന്നാലും സ്വസ്ഥതയില്ല. ഓരോ ദിവസവും രണ്ടാളെ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നുള്ള ടെൻഷനാ. ഇപ്പൊ ഉള്ള സങ്കടത്തിന് പുറമെ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? പിണറായി വിജയന് ധൈര്യമുണ്ടോ? ലാവ്ലിൻ കേസിൽ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലോട് ഒരു വട്ടം ഹാജരാകുക, അഭിപ്രായം പറയാൻ ധൈര്യമുണ്ടോ? അന്വേഷണത്തെ സ്വാഗതം ചെയ്യാൻ പറ്റുമോ? സ്വർണ്ണക്കൊള്ള കേസിൽ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യാൻ പറ്റുമോ? ഇവിടെ ആന്റണി രാജുവിന്റെ ജെട്ടി കേസ് പുറത്തു വന്നല്ലോ. ഒരു നിയമസഭ വീഡിയോക്ക് റെസ്പോൺസ് എങ്ങനെയുണ്ട്? 17 വ്യൂ. Any comments? 7 comments. വായിക്കേ. എണീറ്റ് പോടാ തിണ്ടി. ഫസ്റ്റ് കമന്റ്.